ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, ഗീബത്തും നമീമത്തും, പരദൂഷണവും ഏഷണിയും ഇബ്ലീസിൻ്റെയും അവൻ്റെ സംഘത്തിൻ്റെയും ആയുധങ്ങളിൽപ്പെട്ട ഒന്നാണ് എന്ന് മനസ്സിലാക്കുക. ആളുകളെ പരസ്പരം തെറ്റിക്കാനും ഭിന്നിപ്പിക്കുവാനും മനുഷ്യ മനസ്സുകളിൽ പക ഉണ്ടാക്കുവാനുമാണ് അത്തരം കാര്യങ്ങൾ കൊണ്ട് സാധിക്കുകയുള്ളൂ എന്നും മനസ്സിലാക്കുക. അല്ലാഹു തആല പറഞ്ഞു, വലാ യഗ്തബ് ബഅ്ദുകും ബഅ്ദാ അയുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമൂഹു വത്തഖുല്ലാഹ ഇന്നല്ലാഹ തവ്വാബുർ റഹീം. സൂറത്ത് ഹുജറാത്ത് 12-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നു, വലാ യഗ്തബ് ബഅ്ദുകും ബഅ്ദാ, നിങ്ങൾ പരസ്പരം പരദൂഷണം പറയരുത്. എന്നിട്ട് അള്ളാഹു ചോദിക്കുന്ന ചോദ്യം, അയുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈത, നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളുടെ സഹോദരൻ്റെ, മരിച്ചു കിടക്കുന്ന സഹോദരൻ്റെ മാംസം ഭക്ഷിക്കുവാൻ ഇഷ്ടപ്പെടുമോ? തൻ്റെ മരണപ്പെട്ടു പോയ സഹോദരൻ്റെ മാംസം ഭക്ഷിക്കാൻ നിങ്ങളിൽ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? ഇതാണ് അള്ളാഹുവിൻ്റെ ചോദ്യം. എന്നാൽ നിങ്ങളതിനെ വെറുക്കുന്നു, അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് അള്ളാഹു തആല പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ മഅ്ശറ മൻ ആമന ബിലിസാനിഹി വലം യദ്ഖുലിൽ ഈമാന ഖൽബ, തൻ്റെ നാവുകൊണ്ട് വിശ്വസിക്കുകയും ഹൃദയത്തിലേക്ക് ഈമാൻ പ്രവേശിക്കുകയും ചെയ്തിട്ടില്ലാത്ത ആളുകളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നാവുകൊണ്ട് വിശ്വസിച്ചവരെ, തങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഈമാൻ കടന്നു പോകാത്തവരെ നിങ്ങൾ മുസ്ലിങ്ങളെക്കുറിച്ച് ഏഷണി പറയരുത്, പരദൂഷണം പറയരുത്, അവരുടെ രഹസ്യങ്ങൾ നിങ്ങൾ പിന്തുടർന്ന് അന്വേഷിക്കരുത്. ആരെങ്കിലും അവരുടെ രഹസ്യങ്ങൾ പിന്തുടർന്ന് അന്വേഷിച്ചാൽ അള്ളാഹു ഇവൻ്റെ രഹസ്യത്തെയും പിന്തുടരുന്നതാണ്. അള്ളാഹു ആരുടെയെങ്കിലും രഹസ്യം പിന്തുടർന്നാൽ അവൻ തൻ്റെ വീട്ടിലാണെങ്കിലും വഷളാക്കപ്പെടും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് ഏഷണിയും പരദൂഷണവും നാവിൻ്റെ ദുഷിച്ച സമ്പാദ്യങ്ങളിൽപ്പെട്ടതാണ് എന്നറിയുക, അത് വർജിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.